ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് അക്വേറിയം ഫിഷ് ഇഷ്ടമാണോ? എനിക്ക് തോന്നുന്നു ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. നമ്മളെന്തെങ്കിലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ അക്വേറിയത്തിൽ നോക്കിയിരിക്കുമ്പം ശരിക്കൊരു മൈൻഡ് റിലാക്സ് ആയി പോകുന്നൊരു ഫീലിംഗ് ആണ്. ഓക്കെ, ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനൊക്കെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഫിഷിന് അക്വേറിയം വീട്ടിലുണ്ടായിരുന്നു. ഉപ്പക്ക് അതിൻ്റെ ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. പിന്നെ സെയിം ആണ് ഇവിടെ ഹസ്ബൻഡിന് ഇത് അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനും ഫിഷിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെറ്റ്സിൻ്റെ കൂട്ടത്തിൽ ആകെപ്പാടെ ഇഷ്ടമുള്ളൊരു കാര്യം ഈ അക്വേറിയമാണ്. അപ്പോൾ അതിങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത്, പിന്നെ ഞങ്ങളൊക്കെ വലുതായ സമയത്ത് വീട്ടിലുള്ളത് തന്നെ ഞങ്ങൾ ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിട്ട് അതൊക്കെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തെല്ലാം റെഡിയാക്കിയൊന്നും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ നമ്മൾ കുറേ പെറ്റ്സും അതുപോലെ കുറേ നമ്മളെ കുറേ ചെടികളും എല്ലാം കൂടെ ഉള്ള കുറേ ഷോപ്സ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ ഉള്ളവർ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങും പിന്നെ പെറ്റ്സിനെയൊക്കെ ഒന്ന് കാണിക്കാം, പിന്നെ ഞങ്ങൾ അക്വേറിയം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. എന്തിനെ പേടിച്ചിട്ടാ? കൂട്ടിലല്ലേ ഞാൻ ഓടിക്കുന്നൊന്നുമില്ല. ഹലോ, हाँ प्लान दिए നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഫുള്ള് പഴയ ഫിഷിനെയൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് സ്റ്റോണൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് വെച്ച് പോയതാണ്. അപ്പോൾ ഇനി സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പം ഞങ്ങളിവിടെ കളേർഡ് സ്റ്റോണൊക്കെ കിട്ടും, പല കളേഴ്സും ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ ബ്ലൂ എടുത്തേക്കുന്നത്. പിന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ വുഡ് വാങ്ങിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ വുഡാണ് വാങ്ങിയത്. നമ്മളെ നാച്ചുറൽ വുഡ് വാങ്ങുമ്പോൾ പെട്ടെന്ന് ഈ പൂപ്പലൊക്കെ വന്നിട്ട് ഫുള്ള് ഇതായി പോവുക. അപ്പോൾ അത് ക്ലീനായി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ആർട്ടിഫിഷ്യലാണ് വാങ്ങിയത്. പക്ഷേ കാണാൻ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ അതിൻ്റെ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ pH മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തോ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫംഗൽ ഈ ചെറിയ ചെറിയ ഫിഷൊക്കെ പെട്ടെന്ന് ചത്തു പോകുന്ന ഒരു പ്രോബ്ലം ഇല്ലേ, അതൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഫംഗൽ ഡ്രോപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പം കൂടുതൽ ചൂടാവുകയും തണുക്കുകയൊന്നുമില്ല, ഒരേ ടെമ്പറേച്ചറിൽ നിൽക്കും. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം. പിന്നെ ഫിൽറ്ററും വാങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫിൽറ്ററും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉള്ള ഫിഷിനൊക്കെ അതിലിട്ട് പിന്നെ അത് പുതുതായി വാങ്ങിയതാണ്. അപ്പോൾ അത് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് സമയം ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വെക്കാം. അല്ലാണ്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ആ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇടരുത്. ഇവരൊന്നൊരു സെറ്റായതിനു ശേഷം നമുക്ക് അതിലേക്ക് ആക്കി കൊടുക്കാം. ഇതാണ് ഫംഗസ് ചോപ്പ്. ആൻറ്റി ഫംഗലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വാട്ടർ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്, എനിക്ക് ഒരു 2 വീക്സ് 1 മന്ത്ലി വൺസൊക്കെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആ ബോട്ടിലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഫിഷ് ഇങ്ങനെ ചത്തു പോകുന്നൊരു പ്രോബ്ലം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്കും ഇത് സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ ഇത്രയും നാൾ മെയിൻറ്റെയിൻ ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഫുഡിലാണ് ശരിക്കും ആ ഒരു പ്രോബ്ലം ഉള്ളത്. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കറക്റ്റ് ടൈമിന് എല്ലാ ദിവസവും ഒരേ ടൈമിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാവുന്നുണ്ട്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം കാണിച്ചു തരാം. ഇൻട്രസ്റ്റിംഗ് മീൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരലില്ല. ഇപ്പം ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ട്, മാഗ്നറ്റിക് ക്ലീനർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ബ്രഷ് മാതിരിയാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ളത്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ആയതുകൊണ്ട് ഇത് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൂപ്പലും കാര്യങ്ങളൊന്നും വരില്ല. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അക്വേറിയംസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് വീട്ടിലുള്ള ആൾക്കാർ ഇത് വാങ്ങി നോക്ക്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ ചെറിയ കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.